നമസ്കാരം മക്കളെ. വൺ ഡയമെൻഷണൽ മോഷൻ വരെയുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിനിലും വന്നത് സ്ട്രേറ്റ് ലൈനിലും 5 മാർക്കായിരുന്നല്ലോ. അപ്പൊ അതിന് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ഡെറിവേഷൻ, പിന്നെ 3 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡെറിവേഷൻ ഓഫ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾക്കറിയാം, 2 വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മക്കളെ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ ഒരാൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുക. അപ്പോ എന്റെ ശരീരത്തിൽ അയാൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അങ്ങോട്ടേക്കാണ്. ഇനി എന്നെ വേറൊരാള് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുക. 2 കുട്ടികൾ, ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് വലിച്ചു, ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് നമ്മളെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോവാം? നമ്മൾ ഇങ്ങോട്ടേക്ക്. റെഡിയല്ലേ? അപ്പോ ഇങ്ങനെ 2 ആൾക്കാർ വലിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവൻ വലിച്ച ഫോഴ്സിന്റെയും ഇവൻ വലിച്ച ഫോഴ്സിന്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ അതാണ് അതിന്റെ റിസൾട്ടന്റ്. അതായത് ഒരു വസ്തു, ആ വസ്തു ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. അതിനെ ഒരാൾ ഇങ്ങോട്ടേക്ക് വലിച്ചു, അങ്ങോട്ടേക്ക് വലിച്ചു. ആ വലിച്ച ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണെങ്കിൽ ആ 10 യൂണിറ്റ് നീളത്തിലായിരിക്കണം ആ വെക്ടർ വരേണ്ടത്. നമ്മൾ അപ്രോക്സിമേറ്റ് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് വെക്ടർ എ ആയിട്ട് എടുക്കുന്നു. ഇനി അതേസമയം സൈമൾട്ടേനിയസ് ആയിട്ട് അടുത്തൊരാൾ അവനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അങ്ങോട്ടേക്ക് വലിക്കുന്ന ഫോഴ്സ് ബി ആണ്. അവന്റെ ആ ഫോഴ്സിന്റെ 15 ന്യൂട്ടൺ ആണെങ്കിൽ അത് കുറച്ചുകൂടി നീളമുള്ള വെക്ടറായിട്ട് വരക്കണം. 2 ന്യൂട്ടൺ ആണെങ്കിൽ ചെറിയ വെക്ടറായിട്ട് വരക്കണം. അപ്പോ ഇതാണ് അടുത്ത വെക്ടർ. ഇവർ രണ്ടുപേരും ഒരേ സമയം ഇതിന്റെ മുകളിൽ, പോയിന്റിന്റെ മുകളിൽ, ഈ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവൻ എങ്ങോട്ടേക്ക് പോകും? എങ്ങോട്ടേക്ക് പോകും ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ ഇതേ ഉള്ളൂ. ഈ വെക്ടറിന്റെ അതേ നീളത്തിൽ ഇതിന് പാരലായി ഇതിലൂടെ നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ വെക്ടറിന് പാരലൽ ആയിട്ട് ഇങ്ങോട്ടേക്ക് അതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നു. റെഡിയല്ലേ? അപ്പോ ഈ പോയിന്റ് ഇതിന്റെ ഒരറ്റത്തു നിന്നും, അതായത് തുടങ്ങുന്ന പോയിന്റിൽ നിന്നും അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് പോയിന്റിലേക്കാണ് ആ വസ്തു സഞ്ചരിക്കുക. അല്ലെങ്കിൽ വസ്തു സഞ്ചരിക്കാതല്ല, വസ്തുവിന്റെ മുകളിൽ എഫക്റ്റീവ്ലി ആ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഫോഴ്സ് ആവണമെന്നില്ല, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിലും. അപ്പോ അങ്ങനെ 2 വസ്തുക്കൾ കൂട്ടിയാൽ, അല്ലെങ്കിൽ 2 വാല്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സം എന്നല്ലേ പറയാ. 4 and 5 equal to 4 plus 5 is equal to 9. 9 is the sum of 4 and 5 എന്നല്ലേ നമ്മൾ പറയാ. പക്ഷെ വെക്ടറിൽ നമ്മൾ പറയുന്ന പേര് റിസൾട്ടന്റ് എന്നാണ്. സോ അതിന് വെക്ടർ ആർ എഴുതുന്നു. റെഡിയല്ലേ? അപ്പോ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് വെക്ടർ എയും വെക്ടർ ബിയും തിരിക്കുന്ന ഒരു ആംഗിൾ തീറ്റ ഉണ്ട്. അങ്ങനെ തീറ്റ ഉണ്ടെങ്കിൽ ഈ റിസൾട്ടന്റിന്റെ വാല്യൂ ആണ്. ഇനിയുള്ളത് പക്ക കണക്കാണ്, മാത്തമാറ്റിക്സ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ആറിന്റെ നീളം എന്താണെന്ന് അറിയണം. ഏതിന്റെ ടേമിൽ? എയുടെയും ബിയുടെയും ടേമിൽ. അത് നമ്മൾ എന്താണ് ചെയ്യുക? ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. വെക്ടർ എയുടെ നീളത്തിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ്, ഈ റിസൾട്ടന്റിന്റെ നീളമാണ് അറിയേണ്ടത്. അതിന് വെക്ടർ എ എന്നുള്ള നീളത്തിൽ ഒരു ലൈൻ വരക്കുന്നു. അവന്റെ നീളം എ ആണ്. എ എന്ന് പറയുന്നതിന് ഡയറക്ഷൻ കൂടി കൊടുക്കുമ്പോഴാണ് ഈ മുകളിലെ ആരോ മാർക്ക് വരുന്നത്. ഇനി എഗെയിൻ ഇത് അടുത്തത് ബി നീളത്തിൽ ഇവിടെ ഒരു ലൈൻ വരക്കുന്നു. ഇനി ഇവർക്കിടയിൽ ഒരു ആംഗിൾ തീറ്റ. ഇവിടെ ഈ പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തത് പാരലോഗ്രാം അല്ലേ? ഇനി ആ പാരലോഗ്രാമിന്റെ ഈ ഡയഗണലിലേക്ക് പുതിയൊരു ലെങ്ത് വരക്കുന്നു. ആ ലെങ്ത് ആണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇത്രയുള്ള കാര്യം, ഈ ആറിന്റെ വാല്യൂ കാണണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ താഴോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ മക്കളെ 90 ഡിഗ്രി അല്ലേ? പക്ക 90 ഡിഗ്രിയാണ്. ഇത് ബി ആണെങ്കിൽ ഇതും ബി അല്ലേ? ബി. ശരിയാണല്ലോ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ലൈനും പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര തന്നെ വരിക? തീറ്റ. സ്പീഡിലാണ് വിചാരിക്കുന്നത്. റെഡി? അപ്പൊ ഇത് തീറ്റയാണ്. ഇനി ഞാൻ ഈ പാരലോഗ്രാമിന് പേര് കൊടുക്കാട്ടോ. തൽക്കാലത്തേക്ക് ഇതിനെ ഞാൻ എ ബി സി ഡി എന്ന് വിളിക്കുന്നു. ഈ പുതിയതായി കയറ്റിയ പോയിന്റിനെ ഇ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇത്രയേ ഉള്ളൂ. ഈ എ സിയുടെ നീളം ഒന്ന് അറിയണം. ഈ എ സിയുടെ നീളം എങ്ങനെ അറിയാം? എ സ്ക്വയർ പ്ലസ് ഇ സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആയില്ലേ? നമ്മുടെ വൈദ്യവാസ്ത. അപ്പൊ അതിനെന്താ ചെയ്യാ? ഈ ബി എക്സ്ട്രാ ആണ്, ഇ സി എക്സ്ട്രാ ആണ്. അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുക.
എന്താ ട്രയാങ്കിൾ? ട്രയാങ്കിൾ BEC എടുത്താൽ എന്താ മക്കളെ ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാല് കോസ് തീറ്റ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ബി. അഡ്ജസന്റ് ആരാ? BE ഡിവൈഡഡ് ബൈ ഈ നീളം. ആ നീളം എത്രയാ മക്കളെ? B. സോ BE എന്ന് പറയുന്നത് എത്രയായിരുന്നു? B കോസ് തീറ്റ. അപ്പൊ ഇവന്റെ നീളം എത്രയാ? B കോസ് തീറ്റ. റെഡി അല്ലേ? EC എന്ന് പറയണ്ടേ? അതിന് നമുക്ക് സൈൻ തീറ്റ എടുത്ത് നോക്കാം. ഇതേ ട്രയാങ്കിളില് സൈൻ തീറ്റ എത്രയാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എത്രയാണ്? EC ഡിവൈഡ് ബൈ B. അപ്പൊ EC എന്ന് പറയുന്നത് എത്രയാ മക്കളെ? EC ഈക്വൽ ടു B സൈൻ തീറ്റ. നല്ലോണം അറിയുന്നവർ അടിച്ചുവിട്ടാ മതി, കുഴപ്പമില്ല. B സൈൻ തീറ്റ. അപ്പോ ഈ നീളം B സൈൻ തീറ്റയാണ്. B സൈൻ തീറ്റ. കുഴപ്പമില്ലല്ലോ. ഇനി ഈ നീളം സ്ക്വയർ പ്ലസ് ഈ നീളം സ്ക്വയർ ഈക്വൽ ടു ഈ നീളം സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. ഓക്കെ. അപ്പൊ AC എന്ന് പറയുന്നത് എത്രയാ മക്കളെ? റൂട്ട് ഓഫ് AE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്നത് എത്രയാ? AC എന്ന് പറയുന്നല്ലേ റിസൾട്ടന്റ്. റിസൾട്ടന്റ് R ഇസ് ഈക്വൽ ടു AE എന്ന് പറയുന്നത് എത്രയാണ്? AE എന്ന് പറയുന്ന ഈ നീളമല്ലേ? അത് എത്രയാ? ഈ നീളവും ഈ നീളവും കൂടി കൂട്ടിയത് അത് എത്രയാ വരിക? A പ്ലസ് B കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് EC എന്ന് പറഞ്ഞാൽ എത്രയാ? B സൈൻ തീറ്റ. സോ B സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അതിന്റെ എന്താ മക്കളെ? റൂട്ട് എടുക്കുക. ഇനി ഫുൾ പിന്നെ മൂർച്ചം എഴുതിക്കോളാം. റൂട്ട് ഓഫ് എന്താ ചെയ്യുക നമ്മള്? A സ്ക്വയർ പ്ലസ് A പ്ലസ് B ഹോൾ സ്ക്വയർ അല്ലേ? 2AB പ്ലസ് 2AB കോസ് തീറ്റ. 2AB കോസ് തീറ്റ. 2AB കോസ് തീറ്റ പ്ലസ് ഇതിന്റെ സ്ക്വയർ എത്രയാ? B കോസ് തീറ്റന്റെ ഹോൾ സ്ക്വയർ B സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇതിന്റെ പ്രതിനിധി സാധനം B സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് നോക്കുകളെ B സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, B സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. B സ്ക്വയർ മൊത്തത്തിലേ പുറത്തെടുക്കാം, B സ്ക്വയർ മൊത്തത്തിലേ പുറത്തെടുക്കാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അകത്തോട്ട് പോട്ടെ. അപ്പൊ എന്നിട്ട് നമുക്ക് A സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് B സ്ക്വയർ പുറത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അകത്ത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വണ്ണല്ലേ? ട്രിഗണോമെട്രി ആയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 into B സ്ക്വയർ ശരിക്കും പറഞ്ഞാൽ എത്ര കിട്ടാൻ നമുക്ക്? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ into 1B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? എല്ലാ ഡെറിവേഷൻസും അതായത് പ്ലസ് വൺ പ്ലസ് വണ്ണിന്റെ എല്ലാ ഡെറിവേഷൻസും വെച്ചിട്ട് ആ ഡെറിവേഷൻ ഓൺലി ക്ലാസ് ഞാൻ തരുന്നതൊക്കെ. പക്ഷെ അതിൽ ഇത് ഞാൻ പറയില്ല. അങ്ങനെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡെറിവേഷൻസ് ഒന്നും നമ്മൾ പറയില്ല. അതല്ലാത്ത കഴിഞ്ഞ വർഷം ചോദിക്കാത്ത എല്ലാ ഡെറിവേഷനും ഒന്നിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കും. കാരണം 26 മാർക്കിന് കഴിഞ്ഞ വർഷം ഡെറിവേഷൻ ആവുന്നത്. അപ്പൊ നമുക്ക് ഡെറിവേഷൻ വിടാൻ പാടില്ല. ഫുൾ ഡെറിവേഷൻ ഒന്നിച്ചിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുക. ആ ചാപ്റ്റർ പഠിച്ചു ഉടനെ തന്നെ നിങ്ങൾ നേരെ ആ വീഡിയോയിലേക്ക് പോവുക. അതിലെ ഡെറിവേഷൻസ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ പഠിക്കുക, ആ വീഡിയോയിലേക്ക് പോവുക. അങ്ങനെ ആ രീതിയിൽ പഠിക്കാം. 20 days ഫുൾ മാർക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ യൂണിഫോം സർക്കുലർ മോഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഈ P എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റിന്റെ ആക്സലറേഷന്റെയും ഡയറക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ എടുക്കുകയാണ്. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്? ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കുകയാണെന്ന് വിചാരിക്കുക. ആ കറക്കുന്ന 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണെന്ന് വിചാരിക്കുക. നോക്കൂ മക്കളെ, ഈ കല്ല് കെട്ടിയിട്ട് ഈ പോയിന്റിലെത്തിയാലും ഈ പോയിന്റിലെത്തിയാലും ഈ പോയിന്റിലെത്തിയാലും ഈ പോയിന്റിലെത്തിയാലും 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയല്ലേ സ്പീഡ്. അപ്പൊ സ്പീഡിന് ഒരു മാറ്റം ഉണ്ടാവില്ല. വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവോ? ഉണ്ടാവും. വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. എന്തുകൊണ്ടാ? ഈ പോയിന്റിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. പക്ഷെ ഈ പോയിന്റിലാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ് വെലോസിറ്റി. അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ യൂണിഫോം സർക്കുലർ മോഷന്റെ സ്പീഡ് ഈസ് എ കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് വേരിയബിൾ. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. 1 dimension മോഷനിലൊക്കെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം ഇങ്ങനെ. അതായത് റൈറ്റ് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ്
യൂണിഫോം എമോഷൻ വിത്ത് യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി. സ്പീഡ് ഒരേപോലെയാണ്, പക്ഷെ വെലോസിറ്റി ഒരേപോലെയല്ല. എന്താ അതിന്റെ എക്സാമ്പിൾ? ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം റവല്യൂഷൻ ഓഫ് എർത്തോ അങ്ങനെ എന്തെങ്കിലും പറയാം. റെഡി അല്ലേ? റവല്യൂഷൻ ഓഫ് എർത്ത് അല്ല, റവല്യൂഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, അതൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. റവല്യൂഷൻ ഓഫ് എർത്ത് എന്താ ഞാൻ വിട്ടുകളഞ്ഞത്? റവല്യൂഷൻ ഓഫ് എർത്ത് വിടാൻ കാരണം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് എങ്ങനെയാണ്? സർക്കുലാർ മോഷൻ ആണോ? അല്ല, എലിപ്റ്റിക്കൽ പാത്താണ് അല്ലേ? യെസ്. അപ്പോ ഇവിടെ ആ യൂണിഫോം സർക്കുലർ മോഷന്റെ എക്സാമ്പിൾ അല്ല. ഇവിടെ ഇതിന്റെ റേഡിയസ് ഇങ്ങനെയുണ്ട്. ഈ കല്ല് ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കുഞ്ഞുങ്ങളെ എങ്ങോട്ടേക്കാണ്? ഈ കല്ല് ഇങ്ങനെ കറക്കുമ്പോൾ ഈ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കല്ലേ മക്കളെ? അതേപോലെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഒരു കല്ല് കെട്ടി കറക്കുന്ന സമയത്ത് ഈ പോയിന്റ് നിന്ന് കല്ല് വിട്ടുപോയാൽ ഇങ്ങോട്ടേക്ക് തെറിച്ചു. പക്ഷെ ഈ കല്ലിന്റെ മുകളിൽ എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിലേക്ക് ഒരു ബലം അനുഭവപ്പെടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ ബലത്തിന് അല്ലെ ഫോഴ്സിന് ആധാരമായ ആക്സിലറേഷൻ ആണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ജനറൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിവിടെ ചോദിച്ചിട്ടൊന്നുമില്ല. വി സ്ക്വയർ ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യണം, പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആണ്. ഞാൻ ഡെറിവേഷൻ ഓൺലി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ സാധനം ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അല്ലേ എളുപ്പല്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ ഇതാണ് എ പാർട്ട്. ഇനി ബി പാർട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ ആണ്. ഒരു യൂണിഫോം സർക്കുലർ മോഷന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എടുക്കുക. അതിന്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട്. റേഡിയസിന്റെ വാല്യൂ 12 സെന്റിമീറ്റർ ആണ്. 12 × 10⁻² മീറ്റർ ആണ്. SI യൂണിറ്റിൽ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അവർ പറയുന്ന 7 റവല്യൂഷൻ 100 സെക്കൻഡിൽ, 7 റവല്യൂഷൻ ഇൻ 100 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. 7 റവല്യൂഷന് എത്ര സമയം എടുത്തത്? 100 സെക്കൻഡ് സമയം എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു റവല്യൂഷന്റെ സമയം എത്രയാണ് മക്കളെ വരിക? 100 ഡിവൈഡ് ബൈ 7 സെക്കൻഡ്. ഒരു റവല്യൂഷന് 100/7 സെക്കൻഡ് സമയമാണ്. ഒരു റവല്യൂഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടൈം പീരീഡ് എത്രയാണ് വരിക? ടി. എത്രയാണ് മക്കളെ? 100 ഡിവൈഡ് ബൈ 7 സെക്കൻഡ്. ഇനി നമുക്ക് അതിന്റെ ആംഗുലാർ സ്പീഡും വെലോസിറ്റിയും കാണാം. എന്താണ് ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്? ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് V/R എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ടൈം പീരീഡ് കിട്ടിയ സ്ഥിതിക്ക് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2πf അല്ലെങ്കിൽ 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ്. ഇതല്ല വേണ്ടത്, 2π ഡിവൈഡ് ബൈ ടി ആണ്. കൂട്ടത്തിൽ അങ്ങ് എഴുതിയേ ഉള്ളൂ. ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒമേഗ നമ്മൾ വിളിക്കുന്ന പേര് ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ്. റെഡി? ഇതേ ഇക്വേഷൻ തന്നെയാണ് വരിക. അപ്പൊ 2π ഡിവൈഡ് ബൈ ടി 2. മക്കളെ പൈക്ക് നമുക്ക് 22 ഡിവൈഡ് ബൈ 7 ഇട്ട് കൊടുക്കാം. ഇനി ടൈം പീരീഡ് അല്ലെ? ഇൻറ്റു ടൈം പീരീഡ് താഴെയല്ലേ? ടൈം പീരീഡ് താഴെ എന്ന് പറയുന്നത് 100/7. 100 ഡിവൈഡ് ബൈ 7. ആ 7 നേരം മുകളിലോട്ട് പോലെ പിള്ളേരെ 7 ഇവിടെ. 7ഉം 7ഉം വെട്ടിപ്പോയി. 2 ഇൻറ്റു 22 44 ഡിവൈഡ് ബൈ 100. 44 ഡിവൈഡ് ബൈ 100 അല്ലെങ്കിൽ 0.44 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. കുഴപ്പമില്ല വിചാരിക്കുന്നു. എങ്കിൽ ഇതിന്റെ ലീനിയർ വെലോസിറ്റി ചോദിച്ചു. ലീനിയർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര വരിക? വെലോസിറ്റി R ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ R എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ ആണ്. 12 × 10⁻² ആണ്. എഗെയിൻ ഒമേഗ എന്ന് പറയുന്നത് 0.44 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12 × 0.44 എന്ന് പറയുമ്പോൾ 5.28 എന്നാണ് ആൻസർ വേണ്ടത്. ഇൻറ്റു 10⁻². വാല്യൂ ബീങ് മീറ്റർ പെർ സെക്കൻഡ്. പ്രത്യേകം മനസ്സിലാക്കുക, ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡിന് ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഫ്രീക്വൻസിക്ക് റവല്യൂഷൻ പെർ സെക്കൻഡ്, റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതുപോലെ തന്നെ സൈക്കിൾസ് പെർ സെക്കൻഡ്, സെക്കൻഡ് ഇൻവേഴ്സ്, ഹെഡ്സ്, ഇതെല്ലാം ഫ്രീക്വൻസിന്റെ യൂണിറ്റാണ്. ഒമേഗക്ക് റേഡിയൻ പെർ സെക്കൻഡ് മാത്രമേ യൂണിറ്റ് ആയിട്ട്. മക്കളെ അടുത്ത ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്, 5ാമത്തെ ചാപ്റ്റർ. അതിൽ 8 മാർക്കിനാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ റീകോയിലിംഗ് ഓഫ് ഗൺ ക്വസ്റ്റ്യൻ ആണ്. റീകോയിലിംഗ് ഓഫ് ഗൺ ക്വസ്റ്റ്യൻ വന്നത് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതായത് റീകോയിലിംഗ് ഓഫ് ഗണ്ണിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ? കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് ആണ്. ബുള്ളറ്റ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ തോക്ക് പുറകോട്ടേക്ക് പോകും. എന്ന് വെച്ചാൽ
ബുള്ളറ്റിന്റെ മൊമെന്റത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും തോക്കിന്റെ മൊമെന്റം. അങ്ങനെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. അത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോ എന്താണ് റീകോയിലിംഗ് ഓഫ് ഗണ്ണ്, അതിന്റെ കാര്യങ്ങൾ എന്താണ്? മക്കളെ, നമ്മുടെ തോക്കിന്റെ ഉള്ളില് ഇതൊക്കെ തോക്കാന്ന് വിചാരിച്ചേട്ടാ, തോക്കിന്റെ ഉള്ളില് ഉണ്ടയുണ്ട്. ബുള്ളറ്റ് ഒന്നും വരക്കുന്നില്ല, ഉണ്ടാന്ന് തന്നെ വരക്കാം. അപ്പോ വെടിവെച്ചു. ഈ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട്, അതായത് ഈ കാഞ്ചി വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ് ഒന്നും വലുതായിട്ട് കൊടുക്കൊന്നും വേണ്ട, കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിലവിൽ ബുള്ളറ്റിന്റെ മാസ് എത്രയാ? സ്മോൾ എം ആയിട്ട് ഞാൻ എടുക്കുകയാണ്. സ്മോൾ എം, മാസ് ഓഫ് ബുള്ളറ്റ്. ഓക്കെ അല്ലേ? ക്യാപിറ്റൽ എം, മാസ് ഓഫ് ഗൺ. വലിയ സാധനം, വലിയ മാസം. അതുപോലെ തന്നെ ഇനീഷ്യലി ലീനിയർ മൊമെന്റം എത്രയായിരിക്കും വരിക? ബുള്ളറ്റും അനങ്ങുന്നില്ല, ഗണ്ണും അനങ്ങുന്നില്ല. അപ്പൊ ഉറപ്പായിട്ട് ഇനീഷ്യലി ലീനിയർ മൊമെന്റം, മാസ് ഇൻടു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പൊ ടോട്ടൽ മൊമെന്റം എത്ര വരിക? പി ഇനീഷ്യൽ എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് മൊമെന്റം ഇനീഷ്യൽ 0. ഇനി വെടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വാലിഡ് ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, external force F is equal to rate of change of linear moment ആണ്, dp divided by dt ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ dp divided by dt 0. മൊമെന്റത്തിന് ചേഞ്ച് ഇല്ല. മൊമെന്റത്തിന് ചേഞ്ച് ഇല്ലെങ്കിൽ മൊമെന്റം ആരാണ്? കോൺസ്റ്റന്റ് ആണ്. മൊമെന്റത്തിന് മാറ്റം ഉണ്ടാവില്ല. റെഡി അല്ലേ? അപ്പൊ മൊമെന്റം യാതൊരു തരത്തിലും മാറുന്നില്ലെങ്കിൽ ഞാൻ ഈ വെടി വെച്ച് കഴിയുന്ന സമയത്ത് ബുള്ളറ്റ് മുമ്പോട്ട് പോകും. ആ ബുള്ളറ്റ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ബുള്ളറ്റിന്റെ മാസിന്റെ ബുള്ളറ്റിന്റെ വെലോസിറ്റി മൊമെന്റ് ഇവിടെ കിട്ടി. ആലോചിച്ച് നോക്ക്. ഇനീഷ്യലി ടോട്ടൽ മൊമെന്റം 0, വെടി വെച്ച് കഴിയുമ്പോഴും മൊമെന്റം 0 ആവുക. പക്ഷെ ബുള്ളറ്റ് എന്ത് ചെയ്തു? mv മൊമെന്റത്തിൽ 100 മൊമെന്റം ചോദിച്ചാൽ 100 മൊമെന്റത്തിൽ അങ്ങോട്ടേക്ക് പോയി. അത് 100 മൊമെന്റത്തിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന്റെ ടോട്ടൽ മൊമെന്റം 0 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? എന്താ ചെയ്യണ്ടേ? നിവൃത്തിയൊന്നുമില്ല. മൊമെന്റം മുമ്പോട്ടേക്കാ ഇതിന്റെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗണ്ണ് പുറകോട്ടേക്ക് വരണം. അപ്പോ ക്യാപിറ്റൽ എം ഇൻടു ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ ഗണ്ണ് പുറകോട്ടേക്ക് വരുന്നത്. അതിനാണ് റീകോയിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ? പോലീസുകാർക്ക് ഇങ്ങനെയല്ലേ വെടി വെക്കുക. കാരണം എന്താ? അവിടെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും? അവിടെ ഒരു തിരിച്ചിങ്ങോട്ടേക്കുള്ള റീകോയിലിങ്ങിനെ തടുക്കാം. അപ്പൊ എം വി ഇങ്ങോട്ടേക്ക്. അപ്പൊ ടോട്ടൽ മൊമെന്റ് എത്ര? ടോട്ടൽ മൊമെന്റ് ഇപ്പൊ 0 ആകും. കാരണം ഈ എം വി തന്നെ ഈ എം വി ആയാൽ ടോട്ടൽ മൊമെന്റ് 0 ആയില്ലേ? അപ്പോ പി ഫൈനൽ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഇൻടു വെലോസിറ്റി മുമ്പോട്ടേക്ക്. ഇനി ഈ സാധനം എം വി പ്ലസ് ക്യാപിറ്റൽ എം ഇൻടു ക്യാപിറ്റൽ വി പ്ലസ് തന്നെ ഇടുകയാണ്. കാരണം ഇതിന്റെ ആൻസറിലൂടെ നമുക്ക് അതിന്റെ സൈൻ കിട്ടും. കണ്ടോളൂ. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഫൈനൽ മൊമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റ് എത്ര മക്കളെ? 0. ഫൈനൽ മൊമെന്റ് എം വി പ്ലസ് ക്യാപിറ്റൽ എം ഇൻടു ക്യാപിറ്റൽ വി. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇങ്ങോട്ടേക്ക് തട്ടി കൊടുത്താൽ എം ഇൻടു ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻടു സ്മോൾ വി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എത്ര? മൈനസ് എം വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഇതാണ് റീകോയിലിംഗ് വെലോസിറ്റി. ഇനി ഈ മൈനസ് സൈനിന്റെ അർത്ഥം എന്താണ്? വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് മുമ്പോട്ടാണെങ്കിൽ ഗണ്ണ് പുറകോട്ടേക്ക് വരും. മൈനസ്. കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ഫ്രിക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫ്രിക്ഷന്റെ ഇത് ഈ എഴുതിയതല്ലാത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതായത് ഈ പഠിക്കുന്ന ഫ്രിക്ഷൻ സോളിഡ് ഫ്രിക്ഷൻ ആണ്. ഫ്ലൂയിഡിന്റെ വേറൊരു ഫ്രിക്ഷൻ ഉണ്ട്, അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്, വിസ്കസ് ഫോഴ്സ്. അപ്പൊ ഈ സോളിഡ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒക്കെ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഏരിയ ഓഫ് കോണ്ടാക്ടിനെ യാതൊരു തരത്തിലും ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏരിയ യാതൊരു തരത്തിലും ഫ്രിക്ഷന്റെ ഇക്വേഷനിൽ വരുന്നുമില്ല. അപ്പോ ഫ്രിക്ഷൻ ഒരു തരത്തിലുള്ള ഫ്രിക്ഷനും ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്? ഏരിയ ആണ്. അതായത് കോണ്ടാക്ട് ഏരിയയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഫ്രിക്ഷന് ഇല്ല. പക്ഷെ ഫ്ലൂയിഡ് ഫ്രിക്ഷന് ഏരിയയായിട്ട് ബന്ധമുണ്ട്. അപ്പോ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു ശരിക്കും പറഞ്ഞാല്. അപ്പോ പിന്നെ അതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ ഏരിയ ഓഫ് കോണ്ടാക്ടിന് ഫ്രിക്ഷനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് ആൻസർ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ആണ്.
നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം, ഫ്രിക്ഷൻ ഉള്ള ഒരു സർഫസ്, ആ സർഫസിൽ നിങ്ങളൊരു ബോഡി വെച്ചു. ഈ ബോഡിന്റെ മാസ് എന്ന് പറയുന്നത് എം ആന്ന് വിചാരിക്കും. നിങ്ങൾ ഈ മാസ് ഈ തറയിൽ വെക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു സാധനം വെക്കുമ്പോ ആ കയ്യിലേക്ക് വസ്തു ഒരു വെയിറ്റ് ഉണ്ടാക്കും, എം ജി താഴോട്ടേക്ക് ഉണ്ടാവും. ശരിയല്ലേ? എം ജി താഴോട്ട്. നമ്മൾ എം ജി വെയിറ്റ് താഴോട്ട് കൊടുത്താൽ തറ തിരിച്ച് നമുക്ക് ഒരു റിയാക്ഷൻ തരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. ഉറപ്പാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവനെ ഫ്രിക്ഷനുള്ള സർഫസ് ആണ്, ഇവനെ ഞാൻ തള്ളുകയാണ്. അപ്പൊ തള്ളുന്ന സമയത്ത് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അനങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, 12 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് വസ്തു അനങ്ങി തുടങ്ങുക വിചാരിക്കുക. 12 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് വസ്തു അനങ്ങി തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 11 ന്യൂട്ടൺ കൊടുത്താൽ അനങ്ങുമോ വസ്തു? 12 ന്യൂട്ടണിലേ അനങ്ങുള്ളൂ എങ്കിൽ 11 കൊടുത്താൽ നീങ്ങുമോ? നീങ്ങൂല. നിങ്ങളൊരു മേശ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്താലല്ലേ നീങ്ങുള്ളൂ. അതിന് മുമ്പ് വരെ അത് നീങ്ങൂലല്ലോ. ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ നീങ്ങോ? ഇല്ല. അപ്പൊ 11 ന്യൂട്ടണിൽ അത് നീങ്ങില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവൻ ഈ 11 കൊടുത്തതിനെ ഒപ്പോസ് ചെയ്യുന്ന ഏതോ ഒരു ശക്തി ഇവിടെയുണ്ട്. ആ ശക്തിയാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. സ്മോൾ എഫ് എന്ന് എഴുതാം നമുക്ക്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സാധാരണ മേശ നമ്മൾ തള്ളുന്ന സമയത്ത് കുറച്ച് എളുപ്പമുണ്ട്. ആ മേശന്റെ മുകളിൽ കയറിയിരുന്നു, എന്നിട്ട് നിങ്ങൾ തള്ളുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലേ മക്കളെ എന്ന് പറയുമ്പോ ഫ്രിക്ഷൻ തറ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, സത്യം പറഞ്ഞാൽ ഈ വസ്തുവിന്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ഫോഴ്സും കൂടുതലേ, ഫ്രിക്ഷനും കൂടുതലേ. വസ്തുവിന്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ ബുദ്ധിമുട്ടും കൂടുതലേ, ബുദ്ധിമുട്ട് കൂടും. പക്ഷെ ആ വെയിറ്റിനെ തറ തള്ളുന്ന റിയാക്ഷൻ ആണ് നോർമൽ റിയാക്ഷൻ. എന്ന് വെച്ചാൽ 10 ന്യൂട്ടൺ ഫോഴ്സ് താഴോട്ടുണ്ടെങ്കിൽ 10 ന്യൂട്ടൺ മുകളിലോട്ടും തറ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തറ കൊടുക്കുന്ന നോർമൽ റിയാക്ഷനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എം ജി ഒരു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ 100 ന്യൂട്ടൺ ഫോഴ്സ് ആണ് താഴോട്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനേക്കാൾ കൂടുതലായിരിക്കും 500 ന്യൂട്ടൺ ആണ് ഇവിടെ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ. ശരിയല്ലേ മക്കളെ? അപ്പൊ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇവിടുത്തെ വെയിറ്റ് തന്നെയാണ്. പക്ഷെ തറ കൊടുക്കുന്ന ഫോഴ്സ് ആയതുകൊണ്ട്, ബോഡി കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ മക്കളെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വെയിറ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് തറ കൊടുക്കുന്ന ഫോഴ്സ് ആരാണ്? നോർമൽ റിയാക്ഷൻ. സോ നമുക്ക് എന്താ പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സ്, തറ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു തറ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻടു നോർമൽ റിയാക്ഷൻ. ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അത് സ്റ്റാറ്റിക് ആണെങ്കിൽ, വെച്ചാൽ ഓടുന്നില്ലെങ്കിൽ, വസ്തു നീങ്ങുന്നില്ലെങ്കിൽ, ഇവിടെ വസ്തു നീങ്ങുന്നില്ല, അതുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ എനിക്ക് എന്താ പറയാം? സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻടു നോർമൽ റിയാക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂണിറ്റ് ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇത് ന്യൂട്ടൺ ആണ്, ഇത് ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. സോ നോ യൂണിറ്റ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ യൂണിറ്റ് ഇല്ല. കുഴപ്പമുണ്ടോ? ഇല്ല. വ്യൂവെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഡെറിവേഷൻ ഓഫ് ആംഗിൾ ഓഫ് റീപോസ്. എന്താണ് ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ? മക്കളെ ഇതാ, ഇതൊരു പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഞാനൊരു വസ്തു വെച്ചിട്ടുണ്ട്, അനങ്ങുന്നില്ലല്ലോ. ഇത് പതിയെ ഞാൻ ചെയ്യിക്കുക, ചേരിച്ച് 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 ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ വസ്തു എല്ലാം നിരങ്ങി വീഴുകയാണ്. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എത്തിയപ്പോഴല്ലേ വസ്തു നീങ്ങാൻ തുടങ്ങിയത്. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പോ ആ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോ ഞാൻ ഇവിടെ ഇതാണ് നമ്മുടെ തറ എന്ന് വിചാരിക്കുക. ആ തറ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോയി തീറ്റ ആംഗിളിൽ എത്തിയപ്പോഴാണ് വസ്തു നീങ്ങി തുടങ്ങിയത്. അപ്പോ വസ്തു ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നീങ്ങി തുടങ്ങിയത് ഈ ആംഗിളിലാണെന്ന് വിചാരിക്കുക. അപ്പോ നിങ്ങൾ ഈ വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് m,
അതിന്റെ വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും പിള്ളേരെ? വെയിറ്റ് mg കുത്തനെ താഴോട്ടേക്ക്. ഇനി തറ കൊടുക്കുന്ന റിയാക്ഷൻ ആണ് നോർമൽ റിയാക്ഷൻ. തറ എങ്ങോട്ടേക്കാണ് നോർമൽ റിയാക്ഷൻ കൊടുക്കുക? തറക്ക് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ നോർമൽ റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ വരിക? ഇങ്ങോട്ടേക്കാണ് നോർമൽ റിയാക്ഷന്റെ ഡയറക്ഷൻ വരിക. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഇനി ആകെ കൊടുക്കുന്ന ഫോഴ്സ് ഇത് മാത്രമാണ്. ഇനി വേറൊരു ഫോഴ്സ് കൂടി ഉണ്ട് അല്ലേ? എങ്ങോട്ടേക്കാണ്? ഫ്രിക്ഷൻ. വസ്തു നിരങ്ങുന്നത് ഈ പ്ലാറ്റ്ഫോം പൊക്കി 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 കൊണ്ടുപോകുമ്പോൾ വസ്തു ഇങ്ങോട്ടേക്കല്ലേ നിരങ്ങുക? വസ്തുവിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഫ്രിക്ഷൻ എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? വസ്തുവിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് നമ്മൾ റിസോൾവ് ചെയ്യണം. എന്തിനാ റിസോൾവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലൂടെയാണ് വസ്തു നിരങ്ങുന്നത്. അപ്പോ ഈ ഫോഴ്സുകളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആക്കി നമുക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഫോഴ്സുകളെ റിസോൾവ് ചെയ്യുന്നു. അപ്പോ നമുക്ക് ഈ mg, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ആംഗിൾ തീറ്റ തന്നെയാണ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് mg ആണെങ്കിൽ വെയിറ്റിന്റെ തൊട്ടടുത്തുള്ള കമ്പോണന്റ് നോക്കൂ, mg താഴോട്ടേക്കല്ലേ? തീറ്റക്ക് തൊട്ടടുത്തുള്ള കമ്പോണന്റ് എപ്പോഴും കോസ് കമ്പോണന്റും അതിൽ നിന്നും അകന്നു നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റെസൊല്യൂഷനെ പറ്റി ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ആ വെക്ടറിനെ നിങ്ങൾക്ക് 90 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിൽ റിസോൾവ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ റിസോൾവ് ചെയ്തതിന്. ഇനി ഇതേ വെക്ടറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റിസോൾവ് ചെയ്യാം. ഇതേ വെക്ടറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റിസോൾവ് ചെയ്യാം. അപ്പൊ ഏത് രീതിയിൽ റിസോൾവ് ചെയ്യാം? അപ്പൊ ഈ ഒരു വെക്ടറിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം? ഒന്ന് ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യാം, ഒന്ന് ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യാം. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ mgയുടെ ഏത് കമ്പോണന്റ് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക? mg cos തീറ്റ. ഇങ്ങോട്ടേക്ക് ഏത് കമ്പോണന്റ് ഉണ്ടാവുക? mg sin തീറ്റ. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ ആര് വലുതാവുമ്പോഴാണ് വസ്തു നീങ്ങി തുടങ്ങുക? ഡയറക്ഷൻ തുടങ്ങും നമ്മൾ. ഏത് കൂടുമ്പോഴാണ് ഈ സാധനം നീങ്ങി തുടങ്ങുക? mg sin തീറ്റയും ഫോഴ്സും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള അടിപിടിയാണ്. അതിൽ ജയിക്കേണ്ടത് mg sin തീറ്റയാണ്. ആ mg sin തീറ്റ കൂടിയാൽ വസ്തു നീങ്ങി തുടങ്ങും. അപ്പോ mg sin തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു, ജസ്റ്റ് ഈക്വൽ ആണെങ്കിൽ തന്നെ വസ്തു നീങ്ങി തുടങ്ങും. ഈക്വൽ ടു ഏതായിരിക്കും വരിക? ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സിനേക്കാൾ ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇതിനേക്കാൾ കൂടണ്ടേ? അപ്പോ ഫ്രിക്ഷൻ. മക്കളെ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂവിന്റെ നോർമൽ റിയാക്ഷൻ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പൊ ആരാണ് നോർമൽ റിയാക്ഷൻ? മക്കളെ, നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് mg cos തീറ്റ അല്ലേ? കാരണം വസ്തു എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ബോഡിക്ക് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ്മെന്റ് ഇല്ല. അപ്പോ ഇത് ഈ ഒരു ഡയറക്ഷനിൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോ നോർമൽ റിയാക്ഷന്റെ അതേ വാല്യൂ തന്നെയാണ് mg cos തീറ്റക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? നോർമൽ റിയാക്ഷന്റെ അതേ വാല്യൂ ആണ് mg cos തീറ്റ എന്ന് പറയുന്നത്. അപ്പോ mg cos തീറ്റ is equal to normal reaction, friction equal to mu into mg cos തീറ്റ. നേരെ ഇട്ട് കൊടുക്കുക ഇങ്ങോട്ടേക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? mg sin തീറ്റ greater than or equal to mu mg cos തീറ്റ. മക്കളെ, ഒരു mg ഇവിടെ ഉണ്ട്, ഒരു mg ഇവിടെ ഉണ്ട്. ലീനിയർ ഇനീക്വാലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാത്സിൽ. ക്യാൻസലേഷൻ ഒരു പ്രശ്നമില്ല. അപ്പോ സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ കോസ് തീറ്റ. രണ്ട് ഭാഗത്തിൽ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഡിവൈഡ് ബൈ കോസ് തീറ്റ ഇൻ ബോത്ത് സൈഡ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കൊസൈൻ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ആരാണുള്ളത്? മ്യൂ കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആരാ മക്കളെ? ടാൻ തീറ്റ. മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് വരിക? മ്യൂ. അപ്പോ തീറ്റ ഈക്വൽ ടു അല്ലെ തീറ്റ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. ഇതാണ് ആംഗിൾ ഓഫ് റീപോസ്. ഈ തീറ്റ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ആ തീറ്റ ടാൻ ഇൻവേഴ്സ് മ്യൂ എന്ന് പറയുന്ന ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. ഈ ടാൻ ഇൻവേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന അടുത്ത വർഷം ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ മാത്രം നമ്മൾ ഇതിങ്ങനെ നേരെ റിവേഴ്സ് എടുക്കുന്നത് മാത്രം കൂടി ഓർത്തിരുന്നാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ മാത്സിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പൊ നേരം പഠിക്കാം. ഓക്കെ അല്ലേ പിള്ളേരെ? ക്വസ്റ്റ്യൻ റെഡി.